ഹായ് ഗൈസ്, നമസ്കാരം. നാത്തൂൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ നാത്തൂൻ വൈബ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുക്കള, അതായത് മാസങ്ങളായിട്ട് ഞങ്ങളുടെ അടുക്കള പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് പണിയുന്നില്ല, പണിക്കാർ വരുന്നുമില്ല. അപ്പം പുറത്തായിരുന്നു കഞ്ഞിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മഴ വന്ന് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് കഞ്ഞി വെക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് വിചാരിച്ചത് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു അടുപ്പ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഞങ്ങളുടെ അടുപ്പിൻ്റെ അവസ്ഥ കാണിച്ചു തരാം, എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. അതിനകത്ത് കഞ്ഞി വെപ്പ് ഭയങ്കര പ്രയാസമാണ്. അപ്പം അടുപ്പ് ഇതാണ് ഗൈസ്, ഞങ്ങളുടെ അടുക്കളയുടെ ഏകദേശം ഒരു പിക്ചർ. തേപ്പ് വരെ കഴിഞ്ഞു, ഇനി അകത്താണ് പണിയെല്ലാം കിടക്കുന്നത്. അകത്തിപ്പം മഴ കാരണം ഞങ്ങളുടെ തുണിയെല്ലാം ഉണക്കാനായിട്ടേക്കുവാണ് ഗൈസ്. ഇതാണ് ഗൈസ്, ഇതാണ് ഞങ്ങൾ കഞ്ഞി വെക്കുന്ന അടുപ്പ്. അടുക്കള പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഇതായിരിക്കുമല്ലോ അവസ്ഥ. അടുക്കള വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ വീട്ടിലെ അവസ്ഥ ഇതായിരിക്കും. പുറത്തായിരിക്കും കഞ്ഞി വെപ്പ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് കഞ്ഞി വെച്ചുകൊണ്ടിരുന്നതാണ്. മഴ നമ്മളെ ചതിച്ചു. അപ്പോൾ ഇത് മൊത്തം കണ്ട വെള്ളം കയറി കിടക്കുകയാണ്. ഈ അടുപ്പിനകത്ത് മൊത്തം വെള്ളമാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പുതിയ ലുക്കാക്കണം. അടുപ്പെല്ലാം മാറ്റി കുറച്ച് കട്ടയൊക്കെ വെച്ചിട്ട് അടുപ്പ് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ടാക്കി വയ്ക്കണം. മഴ പെയ്താൽ വെള്ളം അതിൽ തങ്ങിക്കിടക്കാൻ പറ്റാത്ത രീതിയിലാക്കണം ഈ അടുപ്പ്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം അടുപ്പെല്ലാവരും കണ്ടല്ലോ. അപ്പം ഞാൻ തുടങ്ങാൻ പോവാണ്. കട്ടയൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ലുക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കട്ടയെല്ലാം കൊണ്ട് വെച്ച് അടുപ്പ് ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ ആക്കിയേക്കുന്നത്. ഒരു 6 കട്ടയെ താഴെ ഇട്ടിട്ട് പിന്നെ ഒരു അടുപ്പ് കൂട്ടി. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ ഞങ്ങളുടെ പുതിയ അടുപ്പ്? ഇനി ഇതിനകത്ത് ചെറിയൊരു തകിട് വെച്ചിട്ട് തീ പിടിപ്പിക്കണം. അപ്പം തീയെല്ലാം പിടിപ്പിച്ച് കഞ്ഞിക്കലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. തീ കത്തിയിട്ടുണ്ട് ഗൈസ്. തീ നന്നായിട്ടൊന്ന് കത്തി വിറകിലെല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കഞ്ഞിക്കല്ലെടുത്ത് വെച്ച് കാണിച്ചു തരാം. ഓക്കെ. കഞ്ഞിക്കലം വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും കരിയിടാം. ഇനിയിപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് തീ കത്തിക്കോളും. നല്ല ഉണക്ക വിറകാണ്. അടുപ്പൊക്കെ പുതിയതായിട്ട് സെറ്റാക്കിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തീ കത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ നമുക്ക് അരിയിടാൻ നേരത്ത് കാണാം. ഓക്കെ. തീ കത്തുന്നുണ്ട് നന്നായിട്ട്. പുകയാണ് ഗൈസ്. അയ്യോ. നമ്മുടെ ചോറപ്പം റെഡിയായി. ചോറെല്ലാം വെന്തപ്പോൾ കറക്റ്റ് ഉച്ചയായി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.